ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചിക്കൻ മോമോസും ടൊമാറ്റോ സോസും ഉണ്ടാക്കിയാലോ? അതിനായി 1 കപ്പ് മൈദ മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 സ്പൂൺ പഞ്ചസാരയും അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കുഴച്ച് ഒരു പൂരിയുടെ മാവ് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ച് മാറ്റി വയ്ക്കുക. അടച്ച് മൂടി വയ്ക്കുക ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞ് ഒരു 1/2 കിലോ എല്ലില്ലാത്ത ചിക്കൻ വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ക്യാരറ്റ്, 2 സവാള, ഒരു 3-4 പീസ് പച്ചമുളക്, 3-4 പീസ് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മോമോസൊക്കെ ആണെങ്കിൽ ഒരുപാട് കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഇത് പക്ഷേ കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വേറെ ഒരു കെമിക്കലും ചേർക്കുന്നില്ല. വളരെ ടേസ്റ്റാണ്, വളരെ സ്വാദിഷ്ടമാണ്, വളരെ സിമ്പിളാണ്. ഈ വഴറ്റിയ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 2-3 സ്പൂൺ സോയാ സോസും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഇട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ ചെറുതായി നുറുക്കിയ മല്ലിയില വെച്ചിട്ടുണ്ട്. ആ മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ വേവിച്ച വെള്ളം നമ്മൾ അര കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മല്ലിയില ഇട്ട് വഴറ്റിയ ശേഷം ആ ചിക്കൻ പീസ് വേവിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒന്ന് വറ്റുന്നത് വരെ അത് വേകുന്ന സമയത്ത് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു പൂരിയുടെ പരുവത്തിൽ പരത്തി ഈ ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ബോളാക്കി ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് തിളച്ച എണ്ണയിലേക്ക് ഈ ബോളുകൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സ്വാദിഷ്ടമായ മോമോസ് റെഡിയാണ്. ഇനി ഒരു 2 ടൊമാറ്റോയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി നല്ലവണ്ണം മിക്സിയിൽ അടിച്ച ശേഷം ഒരു ഫ്രൈ പാനിലേക്ക് ഈ കൂട്ടൊഴിച്ച് കൊടുത്ത് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല സ്വാദിഷ്ടം